അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ജൂബിലി വർഷത്തിൽ വിശുദ്ധവാതിലൂടെ കടന്നു പോകുന്നത് ഒരു മാന്ത്രിക പ്രവൃത്തിയല്ല, മറിച്ച് ഒരു ക്രിസ്ത്യൻ പ്രതീകമാണെന്ന് മുന്നറിയിപ്പ് നൽകി ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാനിലെ പബ്ലിക് സെക്യൂരിറ്റി ഇൻസ്പെക്ടറേറ്റിലെ നേതാക്കളോടും ജീവനക്കാരോടൊപ്പമുള്ള സദസ്സിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. വിശ്വാസത്തിന്റെ കൃപ തനിക്കുണ്ടെന്ന് തിരിച്ചറിയാത്തവർ ഈ ജൂബിലി വർഷം പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകണമെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി. സിറിയയിലെ ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കാസ്റ്ററുടെ പ്രീഫെക്ട് കർദിനാൾ ക്ലോഡിയോ രാജ്യത്തെ പ്രാദേശിക ക്രൈസ്തവ മേഖലകൾ സന്ദർശിക്കും. പരിശുദ്ധ പിതാവിന്റെ സാമീപ്യവും പ്രാർത്ഥനയും പ്രതീക്ഷയും പകരുകയെന്ന ലക്ഷ്യത്തോടെയാണ് അപ്പസ്തോലിക പ്രതിനിധി സിറിയയിലെ ക്രൈസ്തവ മേഖലകൾ സന്ദർശിക്കുന്നത്. ജനുവരി 30 വരെ നടക്കുന്ന സന്ദർശനത്തിൽ സിറിയ കൂടാതെ ലെബനോനും സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. അതേസമയം സന്ദർശന വേളയിൽ രാഷ്ട്രീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ചൈനയിലെ ഷിയാമെൻ രൂപതയിൽ നിന്ന് ഫുജു രൂപതയിലേക്ക് ബിഷപ്പ് ജോസഫ് കായ് ബിങ്ക്രൂയിയെ മാറ്റുന്നതിന് ഫ്രാൻസിസ് പാപ്പ അംഗീകാരം നൽകിയതായി വത്തിക്കാൻ അറിയിച്ചു. ജനുവരി 23-നാണ് 59-കാരനായ ബിഷപ്പ് കായ് രൂപതയുടെ ഭരണം ഏറ്റെടുത്തത്. വത്തിക്കാൻ ചൈന കരാർ എന്നറിയപ്പെടുന്ന താൽക്കാലിക ഉടമ്പടി പ്രകാരം ജനുവരി 15-ന് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ബിഷപ്പിന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് 23 പ്രോ ലൈഫ് പ്രവർത്തകർക്ക് മാപ്പ് നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാഷിംഗ്ടൺ DC-യിൽ നടക്കാനിരിക്കുന്ന മാർച്ച് ഫോർ ലൈഫിന്റെ തലേ ദിവസം വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ വെച്ചാണ് ട്രംപ് മാപ്പ് നൽകിയതായി അറിയിച്ചതെന്ന് പ്രോ ലൈഫ് സംഘടനയായ തോമസ് മാർ സൊസൈറ്റി അറിയിച്ചു. ഫെഡറൽ ഫ്രീഡം ഓഫ് ആക്സസ് ടു ക്ലിനിക് എൻട്രൻസ് നിയമവും അവകാശങ്ങൾക്കെതിരായ ഗൂഢാലോചന ചട്ടവും ലംഘിച്ചതിനെ അറസ്റ്റിലായ പ്രോ ലൈഫ് പ്രവർത്തകർക്ക് മാപ്പ് നൽകണമെന്ന് മതസ്വാതന്ത്ര്യ നിയമസ്ഥാപനം പ്രസിഡന്റ് ട്രംപിനോട് അധികാരത്തിൽ ഏറുന്നതിന് മുൻപ് തന്നെ അപേക്ഷിച്ചിരുന്നു. 50 വർഷത്തിലേറെ സേവനം ചെയ്ത കർമ്മലീത്ത വൈദികർ നിക്കരാഗുവയിൽ നിന്നും മടങ്ങി. രാജ്യത്ത് ദൈവവിളിയുടെ കുറവ് ചൂണ്ടിക്കാട്ടിയാണ് തലസ്ഥാനമായ മനാഗുവയിലെ അവർ ലേഡി ഓഫ് കാർമൻ ഇടവകയിൽ നിന്ന് പോകുന്നതെന്ന് മധ്യ അമേരിക്കയിലെ ഓർഡർ ഓഫ് ഡിസ്കാൾട്ട് കാർമലൈറ്റ് ഫ്രീയേഴ്സ് അറിയിച്ചു. പ്രൊവിൻഷ്യൽ ഫാദർ എഡ്ഗാർഡോ തന്റെ പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയും നിക്കരാഗോയിലെയും കത്തോലിക്ക സഭ മുഴുവനെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെ സമർപ്പിക്കുകയും ചെയ്തു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.